ഹായ് നമസ്കാരം, ഞാൻ നിഖിൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഒരു 2 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. അത് ഞാൻ വളരെ മികച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ അത് ബാലൻസ് ചെയ്തു തന്നു. ഇതിനകത്ത് കുറുക്കുവഴികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനത് എനിക്ക് ആവശ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ 4 ദിവസം കൊണ്ട് സംഘടിപ്പിക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് കടം മേടിക്കാനും കാര്യങ്ങളൊക്കെ വേറെ വഴികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ചേട്ടനോടും അനിയനോടും ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. എനിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കടമായിട്ട് വാങ്ങിച്ചു തന്നാൽ മതി. എനിക്ക് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് ടൈം വേണം. നിങ്ങൾക്ക് ഞാൻ ആ ടൈമിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പലിശ കൊടുക്കണതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പല ഭാഗങ്ങളിലും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പരിചയമുള്ളവർക്കാണ് കടം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ വന്ന സമയത്ത് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ, അനിയൻ ശ്രീജിത്ത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ വിഷ്ണു, അവൻ എൻ്റെ ഒപ്പം +2 ഒന്നിച്ച് പഠിച്ചാണ്. +1 +2 ഒന്നിച്ച് പഠിച്ചാണ്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവർ 4 പേരാണ് എന്നെ ഏറ്റവും അധികം സഹായിച്ചത്. ഈ 2 ലക്ഷം രൂപയും ഇവർ 4 പേരും കൂടിയാണ് എനിക്ക് കളക്ട് ചെയ്ത് തന്നത്. അപ്പോൾ അവരത് തന്നുകൊണ്ട് എൻ്റെ 2 ലക്ഷം രൂപയുടെ ആ ഒരു ആവശ്യം അവിടെ നടന്നു. അപ്പോൾ എനിക്കത് ഓക്കെ, എനിക്ക് അവർ ഒരു ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വേറെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അനിയൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചേട്ടൻ അവരുടെ കൊടുക്കാനുള്ളത് ആദ്യം കൊടുക്ക്, അവൻ്റെ കാര്യത്തിന് സമാധാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവൻ്റെ കയ്യിലുണ്ടായിട്ടല്ല, അവൻ്റെ ബോസിൻ്റെ അടുത്തുനിന്ന് അടുത്ത മാസത്തെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവൻ്റെ ഉണ്ടായിരുന്ന പൈസ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അവൻ എനിക്ക് തന്നത്. അപ്പോൾ എന്നാലും അവൻ പറഞ്ഞ ഇതാണ്, ചേട്ടൻ എത്രയും ചെയ്താൽ മതി, അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, എൻ്റെ കാര്യം കുഴപ്പമില്ലെന്നാകുമ്പോൾ. പക്ഷേ എന്നാലും എനിക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 രൂപയാണ് എൻ്റെ വരുമാനം. ഈ 20,000 വരുമാനത്തിൽ ഞാനതെങ്ങനെ ബാലൻസ് ചെയ്തു തന്നു. അപ്പോൾ അത് എങ്ങനെ ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാനത് ബാലൻസ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഏകദേശം ജനുവരി സമയത്ത് SBIയുടെ ലൈഫ് മിത്ര എന്നുള്ളൊരു പൊസിഷനിൽ ഞാൻ വർക്കിംഗ് ആരംഭിച്ചായിരുന്നു. ഇതുവരെ ഞാൻ പോളിസി കാര്യങ്ങളൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല, ആർക്കും പോളിസി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കുറേ പ്ലാനുകളുണ്ട്. SBI നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. അവർ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ വരുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം ഇപ്പോൾ എൻ്റെ ഏജ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം മന്ത്ലി 1000 രൂപ. ഈ 1000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1000 രൂപേനകത്ത് നമുക്കൊരു 800 രൂപ 600 രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ശരിക്കും വിത്തൗട്ട് GST നമുക്ക് എമൗണ്ട് വരുന്നത്. അതുകൂടാതെ റൈഡറുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1000 രൂപ എന്നുള്ള എമൗണ്ടിലേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഏകദേശം ഒരു 600 എമൗണ്ടൊക്കെയാണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ 600 എമൗണ്ട് വെച്ച് നമ്മൾ മാസം പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വർഷം വരുമ്പോൾ ഏകദേശം 8,500 9,000 രൂപയുടെ അടുത്താണ് നമുക്ക് വരുന്നുള്ളൂ. അത് നമുക്ക് മാസം വരുന്ന എമൗണ്ടാണ്. അപ്പോൾ ഈ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് 10 വർഷം അടച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു 15 വർഷം വരെ എൻ്റെ ലൈഫ് കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇപ്പോൾ ഏറ്റവും ബേസ് പ്ലാൻ ആണെങ്കിൽ പോലും എനിക്കെന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഞാനില്ലാതെ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു എമൗണ്ടിനെ കുറിച്ച് ഓർത്ത് എൻ്റെ ഫ്രണ്ട്സിന് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ടി വരില്ല. അപ്പോൾ അവർ എനിക്ക് തന്ന ആ ഒരു എഫർട്ട്, ആ ഒരു സ്നേഹം, എന്നിലുള്ള വിശ്വാസം എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ആ രീതിയിലാണ് എനിക്ക് സാധിച്ചത്. ഞാനുള്ള സമയത്ത് എനിക്ക് പണിയെടുത്തവർക്ക് ആ ഒരു പൈസ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാലും അവരുടെ എമൗണ്ട് എനിക്ക് സേഫ് ആക്കാനായിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അടച്ചത് ഏകദേശം 979 ആ ഒരു എമൗണ്ടാണ്. 976 രൂപയാണ് ഞാൻ അടച്ചത്. അപ്പോൾ ആ എമൗണ്ടിനകത്ത് ഏകദേശം ഒരു 600 സംതിങ് രൂപ എനിക്ക് തിരിച്ച് കിട്ടും. 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടും. അതുകൂടാതെ ഞാൻ റൈഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ GST വന്നിട്ടുണ്ട്. ഈ റൈഡർ ആണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഡെത്ത് കാര്യങ്ങളാണ് എനിക്ക് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ നോമിനിയായിട്ട് വെച്ചാണ് അമ്മേനെയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഏകദേശം 30 ലക്ഷം രൂപയുടെയും കൂടെ കവറേജ് കിട്ടുകയാണ്. ഏറ്റവും ബേസ് പ്ലാനിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ
നമ്മളില്ലാതെയായാൽ പോലും നമ്മുടെ ബാധ്യതകൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളിൽ EMI കാര്യങ്ങളൊക്കെ അടച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. ഇപ്പോൾ പുറത്തേക്ക് അബ്രോഡ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളവരുണ്ടാവും. അതുപോലെ വീട് വെക്കാനായിട്ട് ലോൺ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളില്ലാതെയാവുന്നൊരു സിറ്റുവേഷനെ പറ്റി? നിങ്ങളുള്ളപ്പോൾ ഇതെല്ലാം ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ കൊറോണ പോലുള്ള സിറ്റുവേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനം മാത്രമാണ്. അത് എപ്പോൾ എന്നുള്ളതാണ് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ മാക്സിമം അതെടുക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി, നമ്മുടെ വീട്ടിലുള്ളവരുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുന്നവർ പ്രൊട്ടക്ഷൻ പ്ലാനിനെ പറ്റി അന്വേഷിക്കുക. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.